ഹലോ ഓൾ, ഈസി സിനി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉടനെ തന്നെ തിയേറ്ററുകളിൽ നിന്ന് പുറത്തായി OTT റിലീസായി വിജയിക്കാൻ പോകുന്ന ഒരു സിനിമയെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. തിയേറ്ററിൽ ഓടുന്നുണ്ട്, ആരും കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ പടത്തിനുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഗോളം എന്ന സിനിമയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. പ്രവീൺ വിശ്വനാഥ് സംജാദ് എഴുതി, സംജാദ് ഡയറക്റ്റ് ചെയ്ത് രഞ്ജിത്ത് സജീവ് നായകനായി വന്നിരിക്കുന്ന ഒരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൂവിയാണ് ഗോളം. ഒരു കമ്പനിയിൽ നടക്കുന്ന ഒരു മരണം, ആ മരണത്തിന്റെ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറായിട്ട് വരുന്ന റോളാണ് രഞ്ജിത്ത് സഞ്ജീവ് ചെയ്തിരിക്കുന്നത്. ബാങ്കിങ് ഹവേഴ്സ് എന്ന് പറഞ്ഞ അനൂപ് മേനോൻ മൂവി എത്ര പേര് കണ്ടിട്ടുണ്ടായിരിക്കും എനിക്കറിയത്തില്ല. അപ്പൊ ആ ഒരു പടത്തിന്റെ ആ ഒരു പ്ലോട്ട് തന്നെയാണ് ഈ പടത്തിൽ വന്നിട്ടുള്ളത്. അതിലൊരു അതൊരു ബാങ്കിൽ നടക്കുകയാണെങ്കിൽ ഇതൊരു കമ്പനിയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ലൊരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് മൂവിയാണ്. തിയേറ്റർ വൃത്തിയായിട്ടുള്ള ഒരു പടമാണ്. നിങ്ങൾ മിസ് ചെയ്യാൻ പോകുന്നതും നല്ലൊരു പടമായിരിക്കും. OTT വരുമ്പോൾ എല്ലാവരും കാണും, എന്നിട്ടത് പറയും നല്ലൊരു പടമായിരുന്നു, തിയേറ്ററിൽ മിസ്സാവാതിരിക്കാനായിട്ട് ഇപ്പം പോയിട്ടില്ല. എനിക്കൊന്ന് പ്രൊമോഷൻ്റെ ഒരു കുറവുകൾ കൊണ്ടോ അല്ലെങ്കിൽ ലീഡിങ് ആക്ടേഴ്സ് ഇല്ലാത്തത് പോയത് കൊണ്ടോ ആയിരിക്കും ഈ പടത്തിന് അംഗീകാരം അല്ലെങ്കിൽ ഒരു അംഗീകാരം കിട്ടാതെ പോയത്. അംഗീകാരം എന്ന് വെച്ചാൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടാതെ പോയത് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ പടത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ പടത്തിന്റെ ലീഡ് റോളിൽ വന്നിട്ടുള്ളത് രഞ്ജിത്ത് സജീവ് ആണെങ്കിലും പടത്തിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് സിദ്ദിഖാണ്. പടം സ്റ്റാർട്ട് ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും കഥ തുടങ്ങി കഴിഞ്ഞ് ഒരു കമ്പനിയിൽ ഉണ്ടാകുന്ന ആ മരണം അന്വേഷിക്കാൻ ഓഫീസർ വരുന്നു. പിന്നെ ഈ പടം ഒന്ന് നീങ്ങാത്തതായിട്ട് ഇങ്ങനെ തോന്നുന്നു, ഒന്ന് ചലിക്കാത്തതായിട്ട്, ഒന്ന് മൂവ് ഓൺ ചെയ്യാത്തതായിട്ട് ഇങ്ങനെ തോന്നുന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് സിദ്ദിഖയുടെ എൻട്രി വന്നു കഴിയുമ്പോഴത്തേനും ഈ പടം അങ്ങോട്ട് ഓടാൻ തുടങ്ങും. നമുക്ക് ആ ഒരു ഇത്ര നേരമുള്ള ഒരു ഇഴച്ചിൽ അങ്ങോട്ട് മാറിയിട്ട് പടം ശരിക്കും മൂവ് ഓൺ ചെയ്യും. അപ്പം ഇതിന്റെ ഒരു കാസ്റ്റിംഗ് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം സിദ്ദിഖ് ഖാനെ പോലുള്ള ഒരാൾ അവിടെ കാസ്റ്റിംഗ് വന്നപ്പോഴത്തേനും പടം ഓവറോൾ മാറി. ആ ഒരു പടത്തിന്റെ മൊത്തം ഒഴുക്കിനെ അത് നല്ല രീതിയിൽ തന്നെ പോസിറ്റീവായിട്ട് തന്നെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ എടുത്തു വെക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഇതിനകത്ത് ആകെ എനിക്കൊന്ന് 10-12 പേര് മാത്രമേ ഈ പടത്തിലുള്ളൂ. അപ്പൊ ആ 12 പേര് ഇപ്പോൾ ഉള്ള ആ 12 പേർക്കും അവരുടേതായ ക്യാരക്ടേഴ്സും അവരുടെ ക്യാരക്ടർ ഡീറ്റെയിലിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു സ്ക്രിപ്റ്റിന്റെ ഒരു മികവ് തന്നെയാണ് ആ ഒരു കാര്യം. പിന്നെ ഇതിന്റെ സ്ക്രീൻ പ്ലേട്ട് വരുമ്പോഴത്തേനും അത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മോശമൊന്നും പറയാനൊന്നുമില്ല. ചെറിയ ചെറിയ പോരായ്മകൾ അതിനകത്ത് ഡയലോഗ് കാര്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും പടത്തെ അങ്ങനെ ബാധിക്കുന്നില്ലാത്തതായിട്ട് തന്നെ തോന്നും. പിന്നെ ലീഡ് റോളിൽ വന്നിട്ടുള്ള രഞ്ജിത്ത് സജീവിന്റെ ക്യാരക്ടറിനെയും ഞാൻ മറന്നുപോയി. പക്ഷേ രഞ്ജിത്ത് സജീവിന് ഇതിന് മുന്നത്തെ 2 പടങ്ങൾ മൈക്ക് ആൻഡ് കൽബ്, ഈ പടങ്ങൾ, മൈക്ക് എന്ന് പറയുന്നത് ജോൺ അബ്രഹാം മലയാളത്തിൽ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഇറങ്ങിയ പടമാണ്. അനശ്വരരാജനാണ് അതിൽ, അനശ്വരരാജന്റെ നായകനായിട്ടാണ് രഞ്ജിത്ത് സജീവ് വേഷം ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ പടം കൽബ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോഴത്തേനും ഇതിൽ ഫാർ ബെറ്റർ ആയിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. അതിലൊക്കെ നല്ലൊരു കാസ്റ്റിംഗ് തന്നെയാണ് പടത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ എല്ലാം ക്യാമറ ആണെങ്കിലും ആർട്ട് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ ഇവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരു തിയേറ്റർ വർത്തിയായിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു പടം, നല്ലൊരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് മൂവിയാണ്. മിസ് ചെയ്താൽ നിങ്ങൾക്ക് OTT വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്താണെന്ന് വെച്ചാൽ തിയേറ്റർ മൂവി, OTT മൂവി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ പറയുന്നുണ്ടല്ലോ. അപ്പം തിയേറ്ററിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് OTT വരുമ്പോൾ ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള പടങ്ങളെ അല്ല, ഇത് രണ്ട് രീതിയിലും ഇഷ്ടപ്പെടുന്ന ഒരു പടം തന്നെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ OTT വരാൻ വെയിറ്റ് ചെയ്യേണ്ട, തിയേറ്ററിൽ തന്നെ പോയി കാണുക. നല്ലൊരു പടം തിയേറ്ററിൽ വരുമ്പോഴത്തേനും അത് പോയി കണ്ട് അതിനെ അങ്ങനെയുള്ള പടങ്ങൾ ഇനി ഇറങ്ങാനായിട്ട് നമുക്ക് ഒരു ഊർജ്ജം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പടം ചെയ്യാൻ ഇപ്പൊ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന നായകന്മാരെ മാത്രം വെച്ച് പടങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചെറിയ ചെറിയ ബജറ്റിൽ പടങ്ങൾ വരാനായിട്ടുള്ള ഒരു ഊർജ്ജമായിരിക്കും ഇങ്ങനെയുള്ള പടങ്ങളുടെ ഒരു വിജയം എന്നൊക്കെ പറഞ്ഞത്. പിന്നെ ഇതിൽ പറയാനുള്ളത് ഇതിന്റെ ക്ലൈമാക്സിന്റെ തൊട്ട് മുമ്പുള്ള ഒരു ഭാഗമാണ്. അത് എങ്ങനെയാണ് ഈ സംഭവം നടന്നത് എന്ന് ഇവർ കാണിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് എഴുതിയതും അത് ചെയ്തിരിക്കുന്നതും ആയിട്ടുള്ളൊരു രീതി, അത് നല്ല എത്രത്തോളം അവർക്ക് പെർഫെക്ഷൻ ആക്കാൻ പറ്റും അത്രത്തോളം ഇവർ മാക്സിമം അവരുടെ എഫേർട്ട് എടുത്ത് അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും പടം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഈ റിവ്യൂ കാണുന്നവരെങ്കിലും പടം തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. നല്ലൊരു പടം വെറുതെ ചുമ്മാളില്ലാതെ ഓടി പുറത്തായി OTT വന്ന് കഴിഞ്ഞിട്ട് എന്തിനാണ് വെറുതെ. അപ്പം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ OTT പ്ലാറ്റ്ഫോമിലൊക്കെ തന്നെ കാണാം. അങ്ങനെ കാണാൻ ശ്രമിക്കുക. എനിക്കറിയാം ഗ്രാമത്തിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു സാധ്യതയൊക്കെയാണ് കൂടുതലും വരുന്നത്. അപ്പം നല്ലൊരു പടമാണ്, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക, നല്ല അഭിപ്രായങ്ങൾ പറയുക, മോശം അഭിപ്രായങ്ങളാണെങ്കിൽ അതും പറയുക, തെറി പറയാതിരിക്കുക. അപ്പം കൂടുതലൊന്നും പറയാനില്ല. ബൈ.